ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ആലു പൊറോട്ടയുടെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അതുപോലെ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. നമ്മളിതിൽ വെക്കുന്ന ഫില്ലിങ് പുറത്തേക്ക് വരിക, അതുപോലെ തന്നെ അതിൻ്റെ വശങ്ങളൊക്കെ മുറിഞ്ഞു പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, അതായത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് 2.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2.5 കപ്പ് ഗോതമ്പ് പൊടി എന്ന് പറയുമ്പോൾ കപ്പ് അത്യാവശ്യം നിറച്ചിട്ട് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. അപ്പോൾ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ അല്ല കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണല്ലോ, അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ നമ്മളിത് ചൂടുവെള്ളത്തിലൊന്നും അല്ല കേട്ടോ കുഴച്ചെടുക്കണത്, സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. പൊറോട്ടയ്ക്കൊന്നും കുഴക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴക്കുക ആ രീതിയിൽ കുഴച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങോട്ട് സോഫ്റ്റ് ആവണ്ട, എന്നാൽ ഹാർഡായി പോകാനും പാടില്ല. അങ്ങനെ ഒന്ന് അങ്ങോട്ട് കുഴച്ചെടുക്കാം. ഇപ്പം മാവ് നമ്മൾ നന്നായിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഒരു 1.25 കപ്പിനടുത്ത് വെള്ളമാണ് കേട്ടോ അത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ട് വന്നത്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ചുരുങ്ങിയത് ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഒരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറിയ സൈസുള്ള ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് 5 എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 4 ഒക്കെ എടുത്താലും മതിയാവും. ഇതിപ്പോൾ നമ്മൾ തൊലിയോട് കൂടിയിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. നമ്മളത് വേവിക്കുമ്പോൾ തൊലിയോട് കൂടിയിട്ട് തന്നെ വേവിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കിടന്നിട്ട് ഇതൊരു കുഴഞ്ഞ രൂപത്തിലാണ് പിന്നെ ഉണ്ടാവുക. അപ്പോൾ തൊലിയോട് കൂടിയിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് ഉടയ്ക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഈ ജീരകം ഇനി നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ജീരകം പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ഒന്നിക്ക് അതുപോലെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വളരെ ഫൈനായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇഞ്ചിയും കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വഴന്ന് കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 3 പച്ചമുളക് ഇതുപോലെ ഫൈനായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എണ്ണം നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ സവാളയായാലും വെളുത്തുള്ളി ആയാലും ഇഞ്ചി ആയാലും അതുപോലെ തന്നെ പച്ചമുളകായാലും നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫില്ലിങ് ചപ്പാത്തി മാവിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പരത്തിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ എത്രത്തോളം പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും അത്രയും പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മളതിൽ ചേർത്ത് കൊടുക്കാൻ. അതാണ് നമ്മൾ ഈ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ആദ്യം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ ഫ്ലേവർ കുറച്ചും കൂടി കൂടുതലായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ആദ്യം കുറച്ച് ജീരകം മൂപ്പിച്ച് ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ചും കൂടി ജീരകത്തിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ജീരകപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മല്ലിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങും മസാലയും കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ മസാല ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് മിക്സായി വരണം. പിന്നെ അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും വേണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മാവിൽ വെച്ചിട്ട് അത് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം ഇതെടുക്കാൻ. അതുപോലെ തന്നെ ഇതിൽ കട്ടകളില്ലാത്ത രീതിയിൽ നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ നന്നായിട്ട് ഉടച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണിനടുത്ത് നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊരു പുളിപ്പ് രസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നാരങ്ങനീരിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയില ചേർക്കുമ്പോഴും നമ്മൾ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഈ മാവ് ഒന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം മീഡിയം സൈസിലുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരുപാട് വലുപ്പത്തിലല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് വലിയ ആലു പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് വലുതാക്കി ഉരുട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ആ മാവ് മുഴുവനും നമ്മളിതുപോലെ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തിയെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ചപ്പാത്തി പലകയിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മാവിൻ്റെ 2 സൈഡിലൊന്നും ആക്കി കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തി കോല് വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് അങ്ങോട്ട് പരത്തി കൊടുക്കുക. ഒരുപാട് വട്ടത്തിലൊന്നും പരത്തണ്ട, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ് 1-2 ടേബിൾ സ്പൂൺ വീതം ഇതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഫില്ലിങ് എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ അതിൽ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ചൂടോട് കൂടിയിട്ട് വെക്കാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് ശരിക്കും പരത്താൻ പറ്റില്ല. എന്നിട്ട് ഈ മാവ് കൊണ്ട് നമ്മൾ ഈ ഫില്ലിങ് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ എക്സസ് ആയിട്ടുള്ള ഈ ഒരു മാവ് ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റാം. ഇത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിനി വേറൊരു ആലു പൊറാത്ത പരത്തിയെടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കാം. ഇനി ഈ മാവും നമ്മളതിൽ വെച്ചിട്ട് കൊടുത്തിട്ടുള്ള ഫില്ലിങ്ങും കറക്റ്റായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ സോഫ്റ്റായിട്ട് ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് മേലെ അടിയിലും കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അധികം പ്രഷർ കൊടുക്കാതെ ഇതുപോലെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് പ്രഷറിൽ നമ്മൾ ചെയ്ത ഈ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും. അപ്പോൾ സോഫ്റ്റായിട്ട് വേണം നമ്മളത് പരത്തിയെടുക്കാൻ. പരത്തുമ്പോൾ പൊടി ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നടുഭാഗത്ത് അധികം പരത്താതെ സൈഡിലൊക്കെ അതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ആദ്യത്തെ ആലു പൊറോട്ട ചുട്ടെടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. കണ്ടില്ലേ, നമ്മളിതിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഫില്ലിംഗ് ഒന്നും പുറത്ത് വന്നിട്ടേ ഇല്ല. ഇങ്ങനെയാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആലു പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ ചൂടാക്കിയെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഫ്ലെയിം കുറച്ച് വെക്കാനൊന്നും പാടില്ല കേട്ടോ. നമ്മൾ ഇതേ ചൂടിൽ തന്നെയാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. അതായത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ. അപ്പോൾ ഏകദേശം ഒരു 30 സെക്കൻഡ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡും ഏകദേശം കുക്കായി വരുമ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഒരു പ്രാവശ്യം കൂടിയും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ ഇത് നന്നായിട്ട് പൊങ്ങി വരും. കണ്ടില്ലേ, ഫുൽക്ക പോലെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ മേലെ ഇതുവരെ നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ എണ്ണയൊന്നും ആക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് തൂയി കൊടുക്കാം. എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡിൽ ഇതുപോലെ തന്നെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വരുന്ന ഓരോ ആലു പൊറോട്ടയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇത് നമുക്കിങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ്ങും അതെ കറക്റ്റായിട്ട് തന്നെയാണ് ഉള്ളത്.
ഇത് നമുക്ക് തൈര്, അച്ചാർ, അതുപോലെ തന്നെ ഗ്രീൻ ചട്നി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആലു പൊറോട്ടയുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയാവാത്തവർ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, അതായത് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും ഉണ്ട്, അതും മറക്കാതെ ക്ലിക്ക് ചെയ്ത് വെക്കണം. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്